വയനാട്ടിലെ ഇൻഊർ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് പഠിക്കാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണത്. കാരണം വയനാട്ടിലെ ആദിവാസികൾ മുൻകാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ജീവിതം എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന പല രീതികളിലുള്ള ഒരു സൂചനാത്മകമായ ഒരുപാട് ശില്പങ്ങളും അതുപോലെ തന്നെ പല രീതികളിൽ കൊത്തിവെച്ച മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ പല വസ്തുക്കളും ഒട്ടേറെ നമ്മളെ ആകർഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്, ആ രീതിയിലുണ്ടായിരുന്ന പല സ്മാരകങ്ങളും അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. വയനാട്ടിലെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാൻ കയറാറ് എപ്പോഴും KSRTC ബസ്സിലാണ്. ഓരോ അനുഭൂതിയാണ് അത് തരുന്നത്. എപ്പോഴും അരുസീറ്റിരിക്കണം എന്ന് എനിക്ക് എപ്പോഴും നിർബന്ധമാണ്. കാരണം കാഴ്ചകൾ എപ്പോഴും വണ്ടർഫുള്ളായിട്ട് കാണണമല്ലോ, അതിനു വേണ്ടി തന്നെയാണ്. ഒരുപാട് യാത്രകൾ നമുക്ക് ഓരോന്നും നമ്മളെ തൊട്ടുണർത്തുന്ന ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു ഈ വയനാട്ടിൽ വെച്ച് തന്നെ. അദ്ദേഹത്തിന് അത്യാവശ്യം വയസ്സുണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നത്, കൂട്ടത്തിൽ ഒരാളെയും കൂട്ടി ഞാൻ യാത്ര ചെയ്യാറില്ല. ഓരോ യാത്രാനുഭവങ്ങളും നമ്മൾക്ക് തരുന്ന പാഠങ്ങളാണ് ചിലപ്പോൾ അത്. ചില ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് പല രീതികളിലുമാണ്. കള്ള്, മദ്യം അതൊക്കെ കുടിച്ച് അവർ എൻജോയ്മെൻ്റാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ ആ ഒരു വണ്ടർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം ആഘോഷിക്കാൻ ആർക്കും ഇപ്പോൾ താല്പര്യമില്ല. മദ്യപാനവും മയക്കുമരുന്നുമായി പല രീതിയിലും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചും ഈ ചുറ്റും കാണുന്ന പ്രകൃതിയിലേക്ക് ആരും ചിന്തിക്കാനോ നോക്കാനോ ഒന്നുമില്ല. എന്നാൽ അത് മലിനമാക്കുന്നതും പല പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ച് കളഞ്ഞും വൃത്തികേടാക്കി കേരളത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലയിടങ്ങളിലുമായി പ്ലാസ്റ്റിക്കുകളും അഥവാ അതിൻ്റെ വേസ്റ്റ് കൊട്ടകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും ആളുകൾ ആ പ്ലാസ്റ്റിക് സാധനങ്ങൾ പലപ്പോഴും റോഡിലിട്ട് ഒരു മലിനമാക്കി നമ്മുടെ നാട് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച ഇതൊക്കെ തന്നെയാണ്. പ്ലാസ്റ്റിക് സാധനങ്ങൾ പല രീതികളിലുമായി, അല്ലെങ്കിൽ കടലാസുകൾ, പഴയ കപ്പിൻ്റെ, ബോളിൻ്റെ, അങ്ങനെയൊക്കെ പല രീതികളിലുമായി വേസ്റ്റ് സാധനങ്ങൾ മനുഷ്യന്മാർ തൂക്കിയിടാറ്. പല രീതികളിലും അതിനുള്ള വേസ്റ്റ് ബോക്സ് അവിടെ ഉണ്ടായിട്ട് പോലും പല ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അനുഭവത്തിൽ എനിക്ക് കാണാൻ കഴിയും. കാരണം മലിനമാക്കുന്നത് ആളുകൾക്കൊരു ലഹരിയാണ്. പല ആളുകളും ഭക്ഷണം കഴിച്ച് പാതി ഭക്ഷണം എങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന കാഴ്ച പല രീതികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഭക്ഷണത്തിന് വില കുറച്ച് കാണുന്നു, പണമുണ്ടാകുന്നതെന്നുള്ള അഹങ്കരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്, അല്ലേ? എന്തോ ഇരിക്കട്ടെ, നമ്മുടെ യാത്രയിൽ ഇൻഊറിലേക്കാണ്. അവിടുത്തെ ചില കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അത് മറ്റൊരു എപ്പിസോഡിൽ ആവാം. കാരണം ഫുള്ളായി നാം ഇവിടെ ഇത് വീഡിയോ ചെയ്യുന്നില്ല. ഏതായാലും നമുക്ക് ഈ കാഴ്ചകളെ പരിചയിക്കണം. പച്ചപ്പ് നിറഞ്ഞ ഈ വയനാടൻ കുന്നും ചെരിവും മലയും ഏകദേശമൊക്കെ നട്ടുച്ച സമയത്താണ് ഞാൻ ബസ്സിൽ കയറിയത്. കാരണം ഒട്ടേറെ വെയിൽ കൊണ്ട് ഞാൻ പരമാവധി ടയേർഡായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു സ്ഥലം കാണാൻ, കാരണം എനിക്ക് ഏറെ ലക്ഷ്യം പെരിന്തണ്ടൻ്റെ ആ സ്മാരകമുള്ള ആ ഒരു ചങ്ങലമരവും അദ്ദേഹത്തിന് ഒരു ശില്പവുമുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ടൈം ഒരുപാട് വൈകിയിരിക്കുന്നു. ഏതായാലും നമുക്ക് ഇൻഊർ എന്ന ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, താങ്ക് യു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്ര ചെയ്ത് ഓരോ അനുഭവങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങളുണ്ട് ഓരോ യാത്രകളും. അതിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ കൂട്ടി യാത്ര ചെയ്യാം. കൂട്ടമായി യാത്ര ചെയ്താൽ യാത്ര ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. അത് എൻ്റെ ഒരു ലെവൽ വെച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കണ്ണിങ് വെച്ച് അല്ലെങ്കിൽ പഠനാർഹമായുള്ള യാത്രകൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കാണുന്നതുവരെ താങ്ക് യു. ഓക്കെ.